പക്ഷേ വെരി ഗുഡ് ഈവനിങ്. ഈ വിഷയത്തിൽ ഇപ്പോൾ വിൻസി നിലപാടിൽ ഉറച്ചു തന്നെയാണ്. തനിക്കെതിരെ നേരിട്ട ആ അപമാനം അത് ICAയിൽ അറിയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. നേരത്തെ ഫിലിം ചേംബറിനോടൊക്കെ തനിക്കുണ്ടായിരുന്ന വിയോജിപ്പ് പക്ഷേ ഇപ്പോൾ വിൻസിക്കില്ല. അക്കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിയതാണെന്ന് വിൻസി പറയുകയും ചെയ്തു. അപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് അച്ചടക്ക നടപടി വരണം, എന്നാൽ നിയമ നടപടിക്കില്ല എന്നതാണ് വിൻസിയുടെ നിലപാട്, അല്ലേ? വിൻസി അലോഷ്യസും അതുപോലെ ഷൈൻ ടോം ചാക്കോയും രണ്ടുപേരും ഇന്ന് സൂത്രവാക്യം സിനിമയുടെ ICC സിറ്റിംഗിൽ ഹാജരായിരുന്നു. വൈകിട്ടോടു കൂടിയാണ് കൊച്ചി പുല്ലേപ്പടിയിലുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആസ്ഥാനത്ത് ICC സിറ്റിംഗ് നടന്നത്. ആദ്യം തന്നെ വിൻസി എത്തിയിരുന്നു. വിൻസിയുടെ ഈ മൊഴിയെടുപ്പ് നടക്കുന്നതിനിടയിലാണ് പിന്നീട് ഷൈൻ ടോം ചാക്കോ എത്തുന്നത്. ഷൈൻ കുടുംബസമേതമാണ് എത്തിയത്. അച്ഛനും അമ്മയും അതുപോലെ സഹോദരനും ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരുപാട് സമയം നീണ്ട, മണിക്കൂറുകൾ നീണ്ട വിശദമായ മൊഴിയെടുപ്പ് തന്നെയാണ് നടന്നത്. ഷൈൻ ടോം ചാക്കോ മൊഴിയെടുപ്പിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് പോയത്. പക്ഷേ വിൻസി കൃത്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ വിൻസി പറഞ്ഞത് ICCക്ക് മുന്നിൽ വിശദമായ മൊഴി നൽകി. അത് ഷൈനെയും വിൻസിയെയും ഒരുമിച്ചിരുത്തിയും അതുപോലെ ഒറ്റയ്ക്കിരുത്തിയും രണ്ട് രീതിയിലും ICC എന്നിവരുടെയും വിശദമായ മൊഴി എടുത്തിട്ടുണ്ട്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICCയുടെയും അതുപോലെ ഫിലിം ചേംബറിന്റെയും നടപടികൾ പൂർണ്ണ തൃപ്തയാണ് എന്നും വിൻസി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രതികരിച്ചിരുന്നു. അതേസമയം തന്റെ പരാതിയിലെ വിവരങ്ങൾ ഏത് രീതിയിലാണ് പുറത്തുപോയത്, ചോർന്നത് എന്ന കാര്യത്തിൽ ഒരു ആശങ്കയും വിൻസി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പരാതിയിലെ വിവരങ്ങൾ പുറത്തുപോയത് വളരെ മോശപ്പെട്ട നടപടിയായി പോയി എന്നുമാണ് വിൻസി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. ഇന്നിപ്പോൾ എന്തായാലും ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം വൈകുന്നേരം ചേർന്നിരുന്നു. ഈ ICC യോഗത്തിന് ശേഷം ഇവരുടെ വിശദമായ മൊഴിയെടുത്ത ശേഷം ICC തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി അറിയിച്ചിരുന്നത്. പക്ഷേ ICC യോഗം നീണ്ടുപോയതുകൊണ്ട് അതിനൊരു സമയത്തിന് കാത്തു നിൽക്കാൻ കഴിയാതെ ഇന്ന് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇനി ICC തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ വരും ദിവസത്തിൽ ഈ പറയുന്ന ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി വീണ്ടും യോഗം ചേരുന്ന സാഹചര്യവും ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമാവുകയുള്ളൂ. എന്തായാലും രണ്ടുപേരും ഇന്ന് ICCക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു, വിശദമായ മൊഴി നൽകിയിരിക്കുന്നു. നിയമ നടപടികളിലേക്കില്ല എന്ന് വിൻസി അലോഷ്യസ് ആവർത്തിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അലി ബഷയാണ് വിവരങ്ങൾ നൽകിയത്.